ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജസ്റ്റീന. ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ടപ്പാറയിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ബിടെക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പേരൻസിന് കുറേ ഡൗട്ട്സ് ഉണ്ട്. എങ്ങനെ ഓൺലൈൻ അപ്ലൈ ചെയ്യണം, NRI അഡ്മിഷന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വയ്ക്കുന്നത് തുടങ്ങിയ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ടപ്പാറയിൽ ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ട്, അതിന് എത്ര സീറ്റ്സ് ഉണ്ട്, അതുപോലെ ഫീസ് സ്ട്രക്ചർ എന്നിവയെക്കുറിച്ചും പറയുന്നു. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളുടെ മാർക്സ് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി 7/6/26 വൈകുന്നേരം 6 മണി വരെയാണ്. അതായത് നാളെ വൈകുന്നേരം 6 മണി വരെ. മാർക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന് നൽകുക. മാർക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫൈനലി മാർക്കെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് നൽകുക. ഇതാണ് വെബ്സൈറ്റ്. അതിൽ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ സെലക്ട് ചെയ്യുക. ഇതിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതി. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറയിലെ ബിടെക് പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 120 സീറ്റ്സ്, Electrical and Electronics Engineering 30 seats, Electronics and Communication Engineering 60 seats, Computer Science and Engineering Cyber Security 60 seats, Cyber Physical System 30 seats. ഈ നൽകിയിരിക്കുന്നത് ഓരോ ബ്രാഞ്ചസും അതിൻ്റെ സീറ്റ് ഡിസ്ട്രിബ്യൂഷനുമാണ്. EC ഡിപ്പാർട്ട്മെൻറ്റ് 60 സീറ്റ്സ്, ലോവർ ഫീയിൽ 45 സീറ്റും ഫുൾ ഫീയിൽ 12 സീറ്റും NRI 3യുമാണ്. CS-ൻ്റെ കേസിൽ ടോട്ടൽ 120 സീറ്റ്, ലോവർ ഫീ 60 സീറ്റും ഫുൾ മെറിറ്റ് ഫീ 54ഉം NRI 6ഉം. ട്രിപ്പിളിയുടെ കേസിൽ 30 സീറ്റ്സ് ടോട്ടലുണ്ട്. അതിൽ ലോവർ ഫീ 22, ഫുൾ മെറിറ്റ് ഫീ 6 ആൻഡ് NRI 2. സൈബർ സെക്യൂരിറ്റിയുടെ കേസിൽ 60 സീറ്റ്സ് ഉണ്ട്. അതിൽ 30 ലോവർ ഫീ, 27 ഫുൾ ഫീ ആൻഡ് NRI 3 സീറ്റ്സ്. NRI അഡ്മിഷൻസ് May 19 സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഓൺലൈൻ ആപ്ലിക്കേഷൻ. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത് June 8 ആണ്, 4 PM വരെ. സോ അത് മറ്റന്നാളാണ്. ഡോക്യുമെൻറ്റ് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് June 10 ആണ്, 4 PM വരെ. അഡ്മിഷൻ ഇൻ്റർവ്യൂ ആൻഡ് അഡ്മിഷൻ ഡേറ്റ് June 23 നമുക്ക് ആപ്ലിക്കേഷൻ ഫീ 1000 ഉണ്ട്. അത് നോൺ റീഫണ്ടബിൾ ആണ്. ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതിൽ കൊടുത്തിട്ടുമുണ്ട്. സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, സെക്കൻഡ് വൺ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് 10th മാർക്ക് ലിസ്റ്റ്, തേർഡ് വൺ ക്വാളിഫയിങ് എക്സാം മാർക്ക് ലിസ്റ്റ് +2, ഫോർത്ത് വൺ NRI ഡിക്ലറേഷൻ, ഫിഫ്ത്ത് വൺ NRI സർട്ടിഫിക്കറ്റ്, സിക്സ്ത് വൺ കോപ്പി ഓഫ് പാസ്പോർട്ട് ആൻഡ് വിസ. ഇൻസ്ട്രക്ഷൻസ് നോക്കേണ്ടതെന്ന് പറയുന്നത് ഓൺലൈനായിട്ട് IHRD പോർട്ടലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. 1000 ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കണം. അതുപോലെ +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്ക് ബേസ് ചെയ്തായിരിക്കും. കോളേജിനായിരിക്കും ഫുൾ ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റി. അഡ്മിഷൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ടുവരിക. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അറ്റ്ലീസ്റ്റ് 45% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഉണ്ടായിരിക്കണം. രജിസ്ട്രേഷൻ ഫീ 1000 ആണ്, നോൺ റീഫണ്ടബിൾ ആണ്. സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത എല്ലാ ഡീറ്റെയിൽസിനെയും പ്രിൻ്റ് ഔട്ടുമായിട്ട്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പ്രൂഫും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും എല്ലാം പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് 10th ആൻഡ് +2 ആൻഡ് റെലവൻറ്റ് സർട്ടിഫിക്കറ്റ്സ്, ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, NRI സർട്ടിഫിക്കറ്റ്. ഇതാണ് NRI ഡിക്ലറേഷൻ്റെ ഫോം. ഇതും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ഫീ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാ ബ്രാഞ്ചിനും സെയിം ഫീ സ്ട്രക്ചർ ആയിരിക്കും. പെർ ഇയർ 42,000 ആൻഡ് സെമസ്റ്റർ 21,000. CS-ൽ 50% ആയിരിക്കും, സൈബറിൽ 50% ആയിരിക്കും, ട്രിപ്പിളിൽ 75% ആൻഡ് EC-ൽ 75%. ഇനി അടുത്തത് മെറിറ്റ് ഫുൾ ഫീ 45% ഫോർ CS ആൻഡ് CY, 20% ഫോർ ട്രിപ്പിൾ ആൻഡ് EC. ട്യൂഷൻ ഫീ വരുന്നത് പെർ ഇയർ 68,250 ആൻഡ് പെർ സെം 35 ഫോർ ഓഡ് സെം ആൻഡ് 33
1250 ഫോർ ഈവൻ സെം. NRIയുടെ സീറ്റ് പറഞ്ഞാൽ സൈബറിനും ഈസിക്കും 3 സീറ്റ്സ്, CS-ന് 6 സീറ്റ്സ് ആൻഡ് ട്രിപ്പിളിക്ക് 2 സീറ്റ്. ഫീ വരുമ്പോൾ 1 lakh പെർ ഇയർ പ്ലസ് കോഷൻ ഡെപ്പോസിറ്റ് 1,25,000 അടയ്ക്കണം. അത് റീഫണ്ടബിളും ആയിരിക്കും. ഇതാണ് IHRDയുടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ. ഇവിടെ ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് ആൻഡ് ഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും. ഇവിടെ ഡേറ്റാസ് കൊടുത്തിരിക്കുന്നതൊക്കെ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഫൈനലി ഡേറ്റാസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഫീ പേയ്മെൻറ്റും ചെയ്യുക. ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ കോളേജിൻ്റെ അഡ്മിഷൻ സെല്ലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം.